നമ്മുടെ ട്രിവാൻഡ്രം വേൾഡ് മാർക്കറ്റിൽ അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് കേട്ടോ ഇത്. മനസ്സിലായല്ലോ. എന്നോടൊപ്പം നമ്മുടെ അപ്പൂസും ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഗൗരീശപ്പട്ടത്തു നിന്നാണ്. അപ്പോൾ ഗൗരീശപ്പട്ടത്തു നിന്ന് പൊറ്റക്കുഴി വഴി കിംസ് വഴി കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് വേൾഡ് മാർക്കറ്റിൽ എത്തേണ്ടത്. അപ്പോൾ വൈകിട്ടായി സത്യം പറഞ്ഞാൽ ഫ്രീ ആവാനായിട്ട്. അപ്പോൾ വൈകിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് രാത്രിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് കുമാരപുരം ജംഗ്ഷനിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. അതുകൊണ്ടായിരിക്കാം നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് തന്നെ. അപ്പോൾ കുമാരപുരം ജംഗ്ഷനിൽ വലത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ക്ഷേത്രം. കുമാരപുരം മഹാഗണപതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് ഞങ്ങൾ മുന്നിലെത്തിയപ്പോൾ ഈ കാണുന്നതാണ് കിംസ്. രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്ലാരിറ്റി അല്പം കുറഞ്ഞിരിക്കുകയാണ്. സഹൃദയം നമ്മുടെ വരിക്കാർ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ ക്ഷമിക്കുക. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ക്ഷേത്രം കാണാം. ഇത് കോൺട്രാക്ടർ ബിജു രമേശിൻ്റെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രമാണ്. നമ്മുടെ പല സീരിയലുകളും ഷൂട്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെല്ലപ്പേര് എന്ന് പറയുന്നത് സീരിയൽ ക്ഷേത്രം എന്ന് കൂടിയാണ്. നമ്മുടെ കുമാരപുരം കിംസ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വെൺപാലവട്ടത്തായിട്ടാണ് ആ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ വണ്ടിയുമായി നമ്മുടെ മെയിൻ NH എത്തിയിരിക്കുകയാണ്. ഈ NH നേരെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വന്ന വഴി നേരെ പോയാൽ കൊച്ചുവേളി, അവിടെ നിന്നും വലത്തേക്ക് വേണം പോകാൻ. ഏകദേശം നമ്മുടെ ലുലു മാളിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ അക്വാ വാട്ടർ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു ലഡു പൊട്ടിക്കാറ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഏകദേശം കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ പക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാൾ ഗംഭീരമായിരുന്നു നമ്മുടെ സിറ്റിക്കകത്തുണ്ടായിരുന്നത്. പക്ഷേ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ മാറ്റി. അപ്പോൾ അവസാനം തപ്പി നോക്കിയപ്പോൾ മനസ്സിലായത് ഈ വേൾഡ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഷോ നടക്കുന്നുള്ളതായിട്ടാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. എൻട്രിയിൽ തന്നെ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സാണ്. ഇപ്പോൾ ഈ രാത്രിയിൽ ഈ ലൈറ്റ് കാണാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടിയാണ് രാത്രിയിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. 100 രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ. GPayക്ക് സെപ്പറേറ്റ് കൗണ്ടറാണ്, ക്യാഷിനാണെങ്കിൽ സെപ്പറേറ്റ് കൗണ്ടറാണ്. അപ്പോൾ 100 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട് നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ. കാരണം ഒരു ലക്കി ടിപ്പുണ്ട്. ആ ലക്കി ടിപ്പിൽ നമ്മൾ പങ്കെടുക്കുക. അത് ഫ്രീ ആണ് കേട്ടോ. ആ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പാർട്ടിസിപ്പേഷൻ ഫ്രീ ആണ്. അത് ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ തേടി ഒരുപാട് സമ്മാനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ഒരു പ്രതീക്ഷയോടുകൂടി നമ്മളും അതിൽ നിക്ഷേപിച്ചു. അങ്ങനെ അപ്പോൾ ഇതാണ് മെയിൻ എൻട്രി. നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരുന്ന രീതിയിലൊക്കെ ചെറിയ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണ്ടാണ്. അപ്പോൾ ഈ പല കളർ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് ചിത്രീകരിക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ക്ലാരിറ്റി. ഇനി എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിയാണോ, ഞാൻ ഈ ലെൻസിൻ്റെ മുമ്പിലായിട്ട് ലെൻസിന് പ്രയാസമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ലെൻസ് കവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊട്ടിച്ചു കൊണ്ടാണോ എന്നറിയില്ല. കിട്ടിയ വീഡിയോ ഇങ്ങനെയാണ്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല പക്ക ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് പോയത്. ഞായറാഴ്ച വരെ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്, അതായത് സെപ്റ്റംബർ 14. പക്ഷേ ആളുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട് എങ്കിൽ ഒക്ടോബർ 2 അല്ലെങ്കിൽ ഒക്ടോബർ മാസം വരെ ഇത് നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നവിടെ ഞാൻ പറയുന്നത് കേട്ടു. ഒക്ടോബർ വരെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരുവനന്തപുരത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം നിവാസികൾ ഇതുവരെ പോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോ കാണണം. 100 രൂപയാണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ അകത്ത് കയറുമ്പോൾ പലതരത്തിലുള്ള അവതാറുകളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ലൈറ്റും അറേഞ്ച്മെൻറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫിയൊക്കെ എടുത്താൽ ഏകദേശം ഇതേപോലെ നിൽക്കും. പക്ഷേ ആ ലൈറ്റുകളെല്ലാം അവിടെ അനുയോജ്യമായിട്ടുണ്ട്. ലൈറ്റുകൾ മാത്രമല്ല, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ടും അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടായിട്ട് എനിക്ക് തോന്നി. കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവരെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടപ്പെട്ടേനെന്നും എനിക്ക് തോന്നി. പക്ഷേ അവരെ മിസ് ചെയ്തു. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ പോയതാണ് അങ്ങോട്ട്.
അപ്പോൾ ഒക്ടോബർ 2 വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നവരാത്രി ഹോളിഡേയ്സ് അവരെയും കൊണ്ട് വരണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവതാറെല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ക്ഷണിക്കുന്നത് ഈ കുഞ്ഞൻ മത്സ്യങ്ങളാണ്. നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്വേറിയം നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പല നിറത്തിലുള്ള മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടെ ഒരു ഇതിലിട്ടിട്ട് വൈറ്റ് ലൈറ്റ് മാത്രം ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ റെഡും യെല്ലോയും ഇവിടെ എല്ലാം ഇട്ട് കഴിയുമ്പോൾ അത് എനിക്കൊരു വല്ലാത്തൊരു അരാജകത്വമായിട്ടാണ് തോന്നിയത്. ഒരു നീരസമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അല്ലാത്ത ദിവസം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലാ അക്വേറിയം ഇതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ പലയിടത്തും അവർ കളർ ലൈറ്റൊക്കെ ഇട്ട് അത് അട്രാക്റ്റ് ചെയ്യാനായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് എന്തായാലും നിറങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട്. അവരെ വെള്ള ലൈറ്റിൻ്റെ പ്രകാശത്താണ് ഇടുന്നതെങ്കിൽ നമുക്ക് ആ കളറൊക്കെ നല്ല പോലെ ആസ്വദിക്കാനായിട്ട് കഴിയും. അതുപോലെ 2 എണ്ണമാണ് കേട്ടോ ഇവന്മാർ, 2 എണ്ണം. ഇത് കണ്ടോ, കളറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാണാൻ വയ്യ. നമ്മൾ തപ്പി പിടിച്ചിട്ട് വേണം കാണാനായിട്ട്. ഇതാണ് അവിടുത്തെ കളർ. ഈ കളറൊന്ന് അവർ മാറ്റിപ്പിടിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയേനെ. ഇത് കാണുമ്പോൾ നമ്മുടെ പാണ്ടിലോറി വരുന്നതാണ്. നമ്മുടെ രാത്രിയിൽ പാണ്ടിലോറി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുറ്റിനും ലൈറ്റും കളറും ഒക്കെ ആയിരിക്കും. പാണ്ടിലോറി അല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ ലോറി വന്നു കഴിഞ്ഞാൽ ചുറ്റിനും ഇതുപോലെയുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ വെറുപ്പിക്കലായിരിക്കും. അതേ ഒരു വെറുപ്പിക്കൽ ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇവിടെ ഈ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതായിരിക്കാം. പിന്നെ ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് അനുയോജ്യമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ പോസിറ്റീവായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഇതാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതെത്ര മനോഹരമായിട്ടുണ്ട്. ഇവിടെ വേറെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ ഒരു ഫ്ലാഷ് ലൈറ്റാണ് അതിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഭംഗിയായിട്ട് നമുക്ക് ആ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്കിതാണ് തോന്നിയത്. നേരത്തെ എന്ന് പറഞ്ഞാൽ പച്ച കളറും മഞ്ഞ കളറും നീല കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ പല തരത്തിലുള്ള ലവ് ബേർഡ്സാണ് കേട്ടോ. തത്തമ്മ തന്നെ പലതരത്തിലുള്ള തത്തമ്മയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനത്തെയൊക്കെയുള്ള തത്തമ്മയെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അഥവാ നിങ്ങൾക്ക് ഇതിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നമ്മുടെ ബേർഡ് മാർക്കറ്റിലാണ്. ഒക്ടോബർ 2 വരെ എന്തായാലും കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ പോയത് സെപ്റ്റംബർ 13 ശനിയാഴ്ചയാണ്. അന്ന് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം 14 കൂടി അവർ നിർത്തും എന്നാണ്. പക്ഷേ കാണികൾ അല്ലെങ്കിൽ അവരുടെ ഇത് കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് നീട്ടും എന്നുള്ള ഒരു അറിവ് കൂടെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇനിയും പോകാൻ താല്പര്യമുള്ളവർ പോകുക. ഇതുപോലെയുള്ള വർണ്ണ ശബളമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പല തരത്തിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ള തത്തമ്മ, പലതരത്തിലുള്ള പക്ഷികൾ. തത്തമ്മ എന്ന് മാത്രമല്ല, അവർ പലതരത്തിലുള്ള ബേഡ്സ് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെയും അവർ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ പലരും വാം ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭംഗി നല്ല പോലെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയും ഈ പറഞ്ഞ പോലെ ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ ഇട്ടിരുന്നെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേനെ. അത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പൂച്ചയാണ് കേട്ടോ. നല്ലൊരു 1.5 പൂച്ചയാണ്. പല തരത്തിലുള്ള പൂച്ചകളുണ്ട്. പേർഷ്യൻ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കെട്ടിയിട്ടിട്ട് അതിനെ വളർത്തുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഡേഞ്ചറാണ്. അതേപോലെ തന്നെയുള്ള 1 ഡസൻ പൂച്ചകളാണ്. കണ്ടില്ലേ എന്ത് വണ്ണമായിട്ടാണ് അവന്മാരിരിക്കുന്നത്. ഡേഞ്ചറായിട്ടിരിക്കുന്നുണ്ട്. ഇവന്മാരെയൊക്കെ നോക്കണം. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആകർഷകമായിട്ട് തോന്നിയത് സെൽഫി പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കൂടെ അവിടെയുണ്ട്. പാമ്പുണ്ട്, ഈഗിളുണ്ട്, പലതരത്തിലുള്ള ബേഡ്സ് ഉണ്ട്. അവരോടൊപ്പം ഇരുന്ന് നമുക്ക് സെൽഫി എടുക്കാം. അതിന് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണം നമ്മുടെ കഴുത്തിലിട്ട് തന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഫോട്ടോ എടുത്തിട്ട് അവർ തന്നെ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ തരികയും ചെയ്യുന്നുണ്ട്. ഇത് 100 രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ ചോദിച്ചില്ല. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ട് എടുക്കുന്ന ഫോട്ടോ സെൽഫി. പിന്നീട് ഇതും മറ്റൊരു പാമ്പാണ് കേട്ടോ. ഇവിടെയും ലൈറ്റുകളുടെ അയ്യര് കളിയാണ്. അതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി അല്പം കുറഞ്ഞു പോയിട്ടുണ്ട്.
അതിനുശേഷം നമ്മളിതൊക്കെ കണ്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റ് പലതരത്തിലുള്ള ഷോപ്പുകളാണ്. ഏത് തരത്തിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഐസ്ക്രീം, പോപ്കോണ്, ഇനി നിങ്ങളുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും ആവശ്യമാണ് വേണ്ടതെങ്കിൽ ഇതാ ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട് അവിടുന്ന്. ഇതൊക്കെ ഷോറൂം പോലെയാണ്. നിങ്ങൾക്കത് നോക്കി സെലക്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇതൊക്കെ അവർ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്. എല്ലാം ഫേവറബിൾ പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. 50 രൂപ മുതലുള്ള സ്മാർട്ട് വാച്ചുകൾ, അതുപോലെ ഗ്യാസ് ലീക്കായാൽ തടയാനുള്ള മാർഗ്ഗങ്ങൾ, അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള മാറ്റുകൾ, പിന്നെ നമ്മുടെ മസാജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ബാഗുകൾ, വെറൈറ്റി ടൈംസ് ഒരുപാട് ഐറ്റംസ് അവിടെയുണ്ട്. പിന്നെ കുട്ടികളായി പോയി കഴിഞ്ഞാൽ ഇതില്ലാത്തൊരു കട അല്ലേ? കുട്ടികളുടെ ടോയ്സൊന്നും ഇല്ലാത്ത ഒരു ഷോപ്പും അവിടെ കാണില്ല. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും, പിന്നെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറുകൾ, ചില ടൂൾസൊക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ളതുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. പിന്നെ ബുക്സുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഇത് വന്നതിന് ശേഷം ബുക്കുകളൊന്നും ആരും വായിക്കുന്നില്ല. എല്ലാവരും ഫോണിലും മറ്റുള്ള കാര്യങ്ങളിലും തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടൻ സ്വീറ്റ്സാണ്. പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള സ്വാദിഷ്ടകരമായിട്ടുള്ള കോഴിക്കോടൻ ഹൽവ, മലബാർ മിച്ചർ എല്ലാം ഉണ്ട്. പിന്നെ നല്ല കൈത്തറി ഉൽപ്പന്നങ്ങൾ 150 രൂപ മുതൽ വില വരുന്ന പലതരത്തിലുള്ള നല്ല ഹാൻഡ്ലൂം പ്രോഡക്ട്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ലേഡീസ് ബാഗുകളുടെ ഒരു കമനീയ ശേഖരം തന്നെയാണ് നിങ്ങൾക്ക് അവിടെ പോയാലായിട്ട് കാണാൻ സാധിക്കുന്നത്. ലേഡീസ് ബാഗുകൾ, ഡ്രസ്സുകൾ, ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ബാഗുകളുണ്ട്. ലെതർ ബാഗുകൾക്കൊക്കെ വളരെ വിലക്കുറവാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ മിഠായികൾ, പഴയകാല ഓർമ്മകൾ അയവിറക്കാൻ പറ്റുന്ന തരത്തിലുള്ള പഴയകാല മിഠായികൾ, നമ്മുടെ ജീരക മിഠായി, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ മിഠായിയൊക്കെയാണ് മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കിറ്റ്കാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പലതരത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ, അതായത് ഈ 100 രൂപ കൊടുത്ത് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്വാ ഷോയും മറ്റുമൊക്കെ കാണാൻ കഴിയും. പിന്നീട് വന്നതിന് ശേഷം കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും, ഇനി നിങ്ങൾക്ക് കൃഷിയും മറ്റുമാണ് താല്പര്യമെങ്കിൽ, അല്ലെ ഗാർഡനിങ് ഒക്കെയാണ് താല്പര്യമെങ്കിൽ അതിന് പറ്റിയ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണെങ്കിലോ, അതും ഇവിടെ കിട്ടും. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും, പ്ലേറ്റ് വേണോ, ഗ്ലാസ് വേണോ, ഇനി വേറെ എന്തെങ്കിലും പാത്രങ്ങൾ വേണോ, അതും ഇവിടെ കിട്ടും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വെളിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് വിശാലമായ ഭക്ഷണത്തിൻ്റെ ഒരു ഷോറൂം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ബജ്ജ, മുളക് ബജ്ജി ഉണ്ടാവും, മുട്ട ബജ്ജി ഉണ്ടാവും, പലതരത്തിലുള്ള ബജ്ജകൾ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന, മുതിർന്നവർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിം പോയിൻ്റ് ഉണ്ട്, കൊച്ചുകുട്ടികൾക്ക് പറ്റിയ ഗെയിം പോയിൻ്റ് ഉണ്ട്. എന്തായാലും ആബാലവൃദ്ധം ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഇനിയും വരാൻ കാത്തിരിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇനിയും വരണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് അവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകുക. എന്തായാലും 14-ാം തീയതി വരെ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എന്തായാലും നവരാത്രി വരെ ഇതവിടെ ഉണ്ടാവും. 100 രൂപയാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം രതീഷ് പാട്ട്, ബഡ്ജീസ് വ്ളോഗ്.